നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ആർത്തവം, പീരിയഡ്സ്, മെൻസസ് എന്നീ വാക്കുകളൊക്കെ ഇപ്പോഴും ഉച്ചത്തിൽ പറയാനും ഒരു പൊതുമധ്യത്തിൽ പറയാനുമൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഒരുപോലെ മടിയാണ്. എന്നാൽ ഇവയൊന്നും ഒളിച്ചു പിടിക്കേണ്ടവയോ പൊതുമധ്യത്തിൽ പറയാൻ പാടില്ലാത്തവയോ അല്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ കേരളത്തിലേക്കും പ്രതിഷേധ കൂട്ടായ്മകൾ എത്തുകയാണ്. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നിരവധി ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ഇതാദ്യമായാണ് കേരളത്തിലേക്കും ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ എത്തുന്നത്. വനിതാ ദിനത്തിൽ കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് സസ്റ്റൈനബിൾ മെൻസ്റ്റുറേഷൻ കേരള കളക്റ്റീവിന്റെ നേതൃത്വത്തിൽ ഒരു പൊതുപരിപാടിയിൽ ആർത്തവം ആഘോഷിക്കപ്പെടാൻ പോവുകയാണ്. പൊതുസമൂഹം ഐത്തം കൽപ്പിച്ച ആർത്തവം തീർത്തും സ്വാഭാവികമാണെന്ന ബോധവൽക്കരണത്തിനാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകളുടെ പരിശുദ്ധി അളക്കാൻ മെഷീൻ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനെതിരെ സോഷ്യൽ മീഡിയയിൽ ഹാപ്പി ടു ബ്ലീഡ് ക്യാമ്പയിന് നേതൃത്വം നൽകിയ നിഖിത ആസാദും പരിപാടിയിൽ പങ്കെടുക്കും. 4 ആൾ കൂടുന്നിടത്ത് ആർത്തവം എന്നുറക്കെ പറയാൻ പോലും മടിക്കുന്നവർക്കിടയിലാണ് ആർത്തവം ആഘോഷിക്കപ്പെടേണ്ടതാണ്, അല്ലാതെ മറച്ചുവെക്കേണ്ടതല്ല എന്ന സന്ദേശമുയർത്തി SMKC പ്രവർത്തകർ കടന്നുവരുന്നത്. തിരുവനന്തപുരം മാനവീയം വീഥിയിലാണ് പരിപാടി നടക്കുക. ആർത്തവം രഹസ്യമാക്കി വെക്കേണ്ടതല്ല എന്ന സന്ദേശമുയർത്തി പ്രവർത്തിക്കുന്ന തണൽ ട്രസ്റ്റ്, റെഡ് സൈക്കിൾ, ഹൈക്കു, കോഡ് റെഡ്, ഹാപ്പി ടു ബ്ലീഡ് എന്നീ സംഘടനകളുടെ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമാകും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചിട്ടുണ്ടെന്ന് SMKC അംഗം ശ്രദ്ധ ശ്രീജയ പറയുന്നു. സാമൂഹിക പരിഷ്കരണത്തിന് സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന പരിപാടിക്ക് നിലവിലെ സാഹചര്യത്തിൽ വധഭീഷണി ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറയുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ ആർത്തവ സമയത്ത് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാനിറ്ററി പാഡുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന മെൻസ്ട്രുവൽ കപ്പ്, പുനരുപയോഗിക്കാവുന്ന കോട്ടൺ പാഡ് തുടങ്ങിയവയും വിൽപ്പനയ്ക്കുണ്ടാകും. ഏതായാലും ഈ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.